കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. കേരളം ഏത് മുന്നണിക്കൊപ്പം? തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തിരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. നൂറ്റാണ്ടായി UDFന്റെ VD സതീശന്റെ ഉരുക്കുകോട്ടയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലം. തീരദേശ വികസനവും മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങളും ചർച്ചയാകുന്ന മണ്ഡലത്തിൽ CPIയുടെ ടൈസൺ മാസ്റ്ററിലൂടെ VD സതീശനെ തളയ്ക്കാനാണ് LDFന്റെ ശ്രമം. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ വത്സല പ്രസന്നകുമാർ വോട്ട് വിഹിതം ഉയർത്തുമെന്ന പ്രതീക്ഷ NDAയ്ക്കുമുണ്ട്. മണ്ഡലത്തിലെ രാഷ്ട്രീയ വികസന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിശദാംശങ്ങളുമായി തുളസി പ്രസാദ് ചേരും. തുളസി, 2001 മുതൽ VD സതീശനിലൂടെ കോൺഗ്രസ് ശക്തി തെളിയിച്ച മണ്ഡലമാണ് പറവൂർ. 2001 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സതീശനെ ഇത്തവണ എന്ത് വില കൊടുത്തും തളയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് എതിരാളികൾ കളത്തിലിറങ്ങുന്നത്. അതേസമയം സാമുദായിക സമവാക്യങ്ങളും മുൻകാലങ്ങളിലെ മികച്ച ഭൂരിപക്ഷവുമാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഇടത് വലത് സ്വാധീനം ഏറെക്കുറെ തുല്യ നിലയിലാണുള്ളത്. അതിനാൽ തന്നെ ഓരോ വോട്ടും ഇവിടെ നിർണായകമാണെന്ന് തന്നെ പറയാം. പറവൂരിൽ ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമോ അതോ പുതിയൊരു അട്ടിമറി നടക്കുമോ? വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 1/4 നൂറ്റാണ്ടായുള്ള UDFന്റെ ഒരു ഉരുക്ക് കോട്ട തന്നെ, അല്ലെങ്കിൽ VD സതീശന്റെ ഒരു ഉരുക്ക് കോട്ടയാണ് പറവൂർ. എറണാകുളം മണ്ഡലത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയാം. തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണിത്. പറവൂർ നഗരസഭ കോട്ടുവള്ളി, വരാപ്പുഴ, ഏഴിക്കര, ചിറ്റാറ്റുകര, വടക്കേക്കര, ചേന്ദമംഗലം, പുത്തൻവേലിക്കര എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് എറണാകുളത്തെ പറവൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഒരു കാലത്ത് CPIയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ പറവൂർ. എന്നാൽ ഇപ്പോൾ അത് VD സതീശന്റെ അല്ലെങ്കിൽ UDFന്റെ ഉരുക്കുകോട്ടയായി മാറിയിരിക്കുകയാണ്. അതിനും ഒരു രാഷ്ട്രീയ ചരിത്രം പറയാനുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച മണ്ഡലം കൂടിയാണ്. അന്നൊരു ഖ്യാതി കൂടി പറവൂരിന് പറയാനുണ്ട്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു അത്. ഇനി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ UDFനായി നേരത്തെ പോലെ തന്നെ, അതായത് 2001 മുതൽ ഈ ഒരു കാലയളവ് വരെ, ഒരു 25 വർഷ കാലയളവ് വരെ പറവൂരിന്റെ MLA ആയി പ്രതിനിധിയായി ഇരിക്കുന്ന VD സതീശൻ തന്നെയാണ് ഇത്തവണയും UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇത് 6ാം തവണയാണ് VD സതീശൻ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഈ ഒരു VD സതീശന്റെ ഒരു ഉരുക്കുകോട്ട തകർക്കാൻ, അല്ലെങ്കിൽ VD സതീശനെ പറവൂർ മണ്ഡലത്തിൽ തളയ്ക്കാനായി LDF ഇറക്കിയിരിക്കുന്നത് ഇത്തവണ തൃശൂർ കയ്പമംഗലം മണ്ഡലത്തിലെ നിലവിലെ സിറ്റിംഗ് MLA ആയ ET ടൈസൺ മാസ്റ്ററെയാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. CPIയുടെ നേതാവാണ് അദ്ദേഹം. ഇദ്ദേഹത്തിലൂടെ LDF പറവൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. NDAയെ സംബന്ധിച്ച് ഒരു കുറച്ചു കാലം മുൻപ് വരെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന വത്സല പ്രസന്നകുമാറാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അവർ വടക്കൻ പറവൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ കൂടിയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIയുടെ അല്ലെങ്കിൽ ഇടതു കോട്ടയായിരുന്നു പറവൂർ ഒരു കാലത്ത്. പിന്നീടാണ് 2001 തെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ 7792 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് നിയമസഭയിലേക്ക് VD സതീശന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ പറവൂരിന്റെ ഒരു കൃത്യമായ രാഷ്ട്രീയ മാറ്റമായിരുന്നു. കേരള രാഷ്ട്രീയത്തെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു മാറ്റമായിരുന്നു പറവൂരിൻ്റെത്. കാരണം അത്രയും CPI സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വേരുറച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു. എന്നാൽ 2001 മുതലാണ് ഇത് കോൺഗ്രസിന്റെ മണ്ഡലം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ട എന്ന രീതിയിലേക്ക് പറവൂർ മാറുന്നത്. പിന്നീട് 2006 2011 അതുപോലെ തന്നെ 2021 സതീശൻ പറവൂർ UDFന്റെ കോട്ടയായി തന്നെ നിലനിർത്തി എന്നതാണ്. മുൻപും കോൺഗ്രസിന്റെ ആധിപത്യത്തിൽ നിന്ന് മണ്ഡലം തിരിച്ചെടുത്ത ഒരു ആത്മവിശ്വാസം ഇപ്പോഴും LDFനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI ഇത്തവണയും പോരാട്ടത്തിനിറങ്ങുന്നത്. നേരത്തെ തന്നെ CPIയിൽ നിന്നും മണ്ഡലം CPM ഏറ്റുവാങ്ങും, അല്ലെങ്കിൽ CPMന്റെ സ്ഥാനാർത്ഥി LDFന് വേണ്ടി മത്സരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ET ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനെത്തുന്നത്. അതുപോലെ തന്നെ NDAയെ സംബന്ധിച്ച് അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന, അല്ലെങ്കിൽ വടക്കൻ പറവൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ ആയിരുന്ന വത്സല പ്രസന്നകുമാറാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. 20 വർഷം പറവൂർ നഗരസഭയിലെ കൗൺസിലർ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ 2 നഗരസഭാ ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, AICC അംഗമായിരുന്നു.
അതൊക്കെ കൊണ്ട് തന്നെ മണ്ഡലത്തിലെ വത്സല പ്രസന്നകുമാറിന്റെ കോൺഗ്രസ് കാലത്തുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും തന്നെ ഏതൊരു NDA നേതാവിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വത്സല പ്രസന്നകുമാറിന് ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം കൊണ്ടും ഇതുവഴി BJPക്ക് പറവൂർ മണ്ഡലത്തിലെ വോട്ട് വീതം കൂട്ടാനാകുമെന്നൊരു പ്രതീക്ഷയും NDA ക്യാമ്പിനുണ്ട്. ഇനിയിപ്പോൾ മണ്ഡലത്തിലെ വികസന വിഷയങ്ങളും അല്ലെങ്കിൽ വോട്ടർമാരെ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പറവൂർ. പറവൂരിലെ തിരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇന്ന് പോൾ പൾസ് പരിശോധിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് തുളസി പ്രസാദാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.